മലപ്പുറം ജില്ലയെ വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്ന് സമസ്ത പ്രമേയം. 45 ലക്ഷത്തിലധികം ജനങ്ങളുള്ള മലപ്പുറത്ത് പുതിയ ജില്ല രൂപീകരിക്കണമെന്നാണ് ആവശ്യം. കാസർഗോഡ് കുണിയയിൽ നടക്കുന്ന സമസ്ത 100ാം വാർഷിക സമ്മേളനത്തിനാണ് പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. അരുൺ, ഒരു ഘട്ടത്തിൽ ഈ മലപ്പുറം ജില്ലാ വിഭജനം വലിയ ചർച്ചയായിരുന്നു. സമസ്ത തന്നെ ഒരു പ്രമേയത്തിലൂടെ അത് വീണ്ടും ചർച്ചയാക്കുകയാണോ തെരഞ്ഞെടുപ്പിന് മുൻപ്? വിനീത സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമസ്ത ഇത് ആദ്യമായിട്ടല്ല ഈ മലപ്പുറം ജില്ല വിഭജിച്ച് 2 ജില്ലയാക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വരുന്നത്. നേരത്തെയും സമസ്ത സമാനമായിട്ടുള്ള നിലപാടെടുക്കുകയും അതിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം കാസർഗോഡ് കുണിയയിൽ തുടരുകയാണ്. ആ സമ്മേളനത്തിലാണ് വീണ്ടും ഇത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രമേയം സമസ്ത അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത് 45 ലക്ഷത്തിലധികം ജനങ്ങളുള്ള മലപ്പുറത്ത് പുതിയ ജില്ല രൂപീകരിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. ശാസ്ത്രീയ പഠനങ്ങൾ നടത്തി ജില്ല പുനർനിർണയം നടത്തണമെന്ന് ഈ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുകയാണ്. ഭൂപ്രകൃതിയും യാത്രാക്ലേശവും കണക്കിലെടുത്ത് ഇടുക്കി, എറണാകുളം, പാലക്കാട് തുടങ്ങിയ ജില്ലകളും അത്തരം പ്രശ്നങ്ങളുണ്ട്. ഈ പുതിയ ജില്ല രൂപീകരിക്കുകയാണെങ്കിൽ സിവിൽ സ്റ്റേഷനുകളും ആശുപത്രികളും ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തുന്നതിനത് കാരണമാകും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ പ്രമേയത്തിൽ എന്തായാലും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെയും ഇത്തരം നിലപാടെടുത്ത ഘട്ടത്തിൽ അത് കൂടുതൽ ചർച്ചകൾക്ക് വിധേയമായിരുന്നു. സമാനമായി ചർച്ചകൾക്ക് വിധേയമാകാൻ വേണ്ടി പോകുന്ന ഒരു വിഷയമായി ഇത് മാറാൻ സാധ്യതയുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, എന്തായാലും നമുക്കിതിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ പ്രതികരണങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. മലപ്പുറം ജില്ലാ വിഭജനം വീണ്ടും ചർച്ചയാകുമ്പോൾ എന്താണ് നിലപാട് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ്, അത് ഏത് രീതിയിൽ ചർച്ചയാകുന്നു എന്ന് കൂടി നമുക്ക് നോക്കാം. അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്.